ബിഗ് ബോസ് ഹൗസിൽ സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ടാസ്ക് ആണ് കഴിഞ്ഞതായിട്ട് ലൈവിൽ നടന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. എന്നാൽ അത് അനുമോളുടെ പൊട്ടിക്കരച്ചിലിനും അതിനെ തുടർന്ന് വലിയൊരു ബഹളത്തിനും കാരണമായിരിക്കുകയാണ്. സോ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ എന്താണ് ഈ സ്വേച്ഛാധിപത്യം? ഈ ഒരു പോസ്റ്റിന് വേണ്ടി എല്ലാവരും കടന്ന് തമ്മിലടിക്കുന്നുണ്ട്. ഈ സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് അഥവാ ഇവരെ എല്ലാം ഓതറൈസ് ചെയ്യാനുള്ള ഒരു വലിയൊരു പദവിയാണത്. ഈ ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന ആൾക്ക് ഇവരെ എല്ലാം അവരുടെ വരച്ച വരയിൽ നിർത്താനുള്ള ഒരു പദവിയാണ്. അത് ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും അതിനും ഒക്കെ മുകളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ആജ്ഞ കൊടുക്കാനും ഒക്കെയുള്ള ഒരു പദവിയാണ് ഇപ്പോൾ. ആ ഒരു പദവിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടാസ്ക് നടന്നത്. സോ ഈ ഒരു പദവി അച്ചീവ് ചെയ്തെടുത്താൽ അത് കിട്ടുന്ന ആൾക്ക് പണിപ്പുരയുടെ വരെ അധികാരം അവർക്കായിരിക്കും പിന്നീട്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾക്കും മേലെ ഇരുന്ന് ഭരിക്കാനുള്ള ഒരു അധികാരമായിരിക്കും ഈ ഒരു പദവിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. സോ ചുരുക്കം പറഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്യണം, എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കാര്യങ്ങൾ വരെ അവരെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം വരെ ഈ ഒരു പോസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഉണ്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുന്നു. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, അങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുന്നു. എന്നിട്ട് ഇവരിൽ നിന്ന് രണ്ടുപേരെ പുറത്താക്കാനെന്ന് ബിഗ് ബോസ് ഇവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്നത് പ്രകാരം ഒനീലിനെയും അനുമോളെയും പുറത്താക്കുന്നു. പിന്നീട് ബിഗ് ബോസ് പറയുന്നു അനുമോളുടെ ഫോട്ടോ കത്തിക്കാനെന്ന് പറയുന്നു. അങ്ങനെ അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നു. എന്നാൽ അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത് അനുമോൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അനുമോൾ ഭയങ്കരമായിട്ട് പൊട്ടി കരയാൻ തുടങ്ങുന്നു. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒനീലിന്റെ ഫോട്ടോയും കത്തിക്കുന്നുണ്ട്. പക്ഷെ ഒനീലിന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാൽ അനുമോൾ ഭയങ്കരമായിട്ട് വികാരഭരിതമായിട്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അതിനിടയ്ക്ക് ആര്യൻ വന്ന് കരയുന്നതിനെ തുടർന്ന് അനുമോളെ കളിയാക്കുകയും അനുമോൾ ഭയങ്കരമായിട്ട് ആര്യനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. കളിയാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. എനിവേ അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ചിലർക്ക് ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. സ്വന്തം ഫോട്ടോ അങ്ങനെ കത്തിക്കുന്നത് ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലായിരിക്കും അനുമോൾക്ക്. എനിവേ ആര്യനും അനുമോളും തമ്മിൽ ഭയങ്കര ഒരു വഴക്കാവുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ ഭയങ്കര ചർച്ച സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. എല്ലാവരും പറയുന്ന അനുമോൾക്ക് എന്താ ഇതിന് ഇത്രയ്ക്ക് കരയാനെന്നും കരച്ചിൽ കാർഡ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷം അനുമോളെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മറുപക്ഷം അനുമോളുടെ സൈഡ് പിടിച്ചിട്ടും പറയുന്നുണ്ട്. അതുപോലെ ഈ ചെറിയ കാര്യങ്ങൾക്കൊക്കെ കരയാൻ ഇതെന്താ കൊച്ചുകുട്ടിയാണോ, ഇത്രയ്ക്ക് ധൈര്യമില്ലാത്ത ഒരാളിനെയാണോ ഈ ഇങ്ങനെ ഒരു ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് പ്രേക്ഷകർ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ അത് അനുമോളുടെ മൈൻഡ് സെറ്റ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കരയുന്ന ഒരു സ്വഭാവമായിരിക്കാം. വാട്ടെവർ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മേ ബി ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. എന്നാൽ ചിലർ പറയുന്നു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്നതും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നു. വാട്ടെവർ അനുമോളും ആര്യനും തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുകയാണ്. അതിനുശേഷം ആര്യൻ കളിയാക്കിയെന്നും പറഞ്ഞു. പിന്നീട് ശരത്തിന് വലിയൊരു വാർണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിനായിട്ട് വിളിച്ചപ്പോൾ ശരത്ത് അതുപോലെ അക്ബർ, ആര്യൻ ഇത്രയും പേരെ ഒരു സോഫയുടെ പുറകിൽ പോയിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. ഇവർ ക്യാമറ കാണില്ല എന്ന് വിചാരിച്ചിട്ട് സോഫയുടെ പുറകിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ക്യാമറ അതുപോലും സൈഡിൽ നിന്ന് എടുത്തിട്ട്, ക്യാമറ വളരെ നന്നായിട്ട് സൈഡിൽ നിന്ന് അതുപോലും ഷൂട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കുന്നുണ്ട്. സോ എനിവേ ശരത്തിനെ വിളിച്ചിട്ട് നല്ല രീതിയിൽ വാർണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ്. കോൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് നല്ല രീതിയിൽ വാർണിംഗ് കൊടുക്കുന്ന ഒരു സീനാണ് പിന്നീട് ലൈവിൽ കാണുന്നത്. അങ്ങനെ സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുന്ന ടാസ്കിൽ നെവിനും അതുപോലെ തന്നെ ജിസയിലും സക്സസ്ഫുൾ ആയിട്ട് വിൻ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അവരെ കെട്ടിപ്പിടിക്കുകയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. സാധാരണ മറ്റുള്ള ടാസ്കിലൊക്കെ ഇത്രയും ഒരു ഒത്തൊരുമ കാണാറില്ല ഒരാളെ വിൻ ചെയ്താൽ. പക്ഷേ ഇനിയിപ്പോൾ ഇവരെ സോപ്പിട്ട് നിന്നെങ്കിലല്ലേ മറ്റുള്ളവർക്കൊക്കെ രക്ഷയുള്ളൂ. കാരണം ഈ ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിൽ വരികയല്ലേ, അത്രയും അധികാരം അവർക്ക് കിട്ടുകയല്ലേ. സോ ഇവരെ കൂടെ ഈ താഴെ മറ്റുള്ളവരെ കൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അതോറിറ്റി അവർക്ക് കിട്ടുന്നത് കൊണ്ട് ഇനിയിപ്പോൾ അവരെ സോപ്പിട്ട് നിൽക്കണമല്ലോ. സോ വാട്ടെവർ ഇവരെ ഭയങ്കരമായിട്ട് ചെന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് നെവിൻ ഈ ഒരു പദവി കിട്ടിയപ്പോൾ തന്നെ ഭരണം തുടങ്ങിയോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങളുടെ പോക്ക്. നെവിൻ അടുക്കളയിൽ ചെന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇനി ഇവിടെ കൂടുതൽ സംസാരവും കാര്യങ്ങളും ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെവിന് ഭരണം കിട്ടിയപ്പോൾ തന്നെ ഭരണം തുടങ്ങിയോ എന്ന് നമുക്ക് ആ ഒരു സീൻ കാണുമ്പോൾ തോന്നും. പിന്നീട് നെവിൻ പറയുന്നുണ്ട് എന്നെ കള്ളാന്നൊക്കെ വിളിച്ചവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മേ ബി അവർക്കൊക്കെ ഇനിയിപ്പോൾ പണി കൊടുക്കാനുള്ള ഒരു അധികാരം നെവിന് ഉണ്ടല്ലോ. എന്തൊക്കെയായിരിക്കും ഇനിയും വരാൻ പോകുന്നതെന്ന് വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് കാണാം.
അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കോമെൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.